ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വ്ളോഗും അതുപോലെ ഒരു നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളി ABC ജ്യൂസാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ജ്യൂസൊക്കെ തയ്യാറാക്കി നമ്മൾ കുടിച്ചിട്ട് വേണം. നമ്മൾ ഇന്ന് അസ്വകുട്ടിയുടെ അഡ്മിഷനാണ്. അപ്പോൾ ഇന്ന് നേരത്തെ പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ വിടുമ്പോഴേക്കും നമുക്ക് എത്തണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് അതിനായിട്ട് ഞാനിവിടെ A4 ആപ്പിൾ, B ബീട്രൂട്ട്, C ക്യാരറ്റ്, അങ്ങനെ 3 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അതാണ് ABC ജ്യൂസ് കേട്ടോ, നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും മാത്രം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് മാത്രം നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു പച്ച കുത്തുണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആപ്പിൾ വേവിക്കുന്നില്ല. ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് എടുക്കാം കേട്ടോ. അപ്പോൾ അത് അതിനായിട്ട് ജ്യൂസർ മിക്സിയിലേക്ക് ആദ്യം ആപ്പിളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ മധുരം ഒന്നും ചേർക്കുന്നില്ല. ഒരു നല്ലൊരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് അത്യാവശ്യം നമ്മുടെ ബീട്രൂട്ടും അതുപോലെ ക്യാരറ്റും ആപ്പിളിലൊക്കെ അടുത്ത് മധുരം ഉള്ളത് കൊണ്ട് അതിലേക്ക് കുറച്ച് തേന് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തേന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തണുത്ത വെള്ളം കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതാ നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഹെൽത്തി ജ്യൂസ് കൂടിയാണ്. ഈ വേനൽ ചൂടിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അത് അസുകുട്ടി സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയാകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ അത് അസുകുട്ടി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്. നമ്മൾ പാലക്കാട് പോകുന്ന വഴിക്കാണ്. ക്രിയേറ്റീവ് സ്കൂളിലാണ് അവളെ ചേർത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 3 വയസ്സേ അവൾക്ക് ആയിട്ടുള്ളൂ. നമ്മൾ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ ജൂണാകുമ്പോൾ 3.5 വയസ്സാവും. അപ്പോൾ അത് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ വിടാൻ സമയമായിട്ടുണ്ട് കേട്ടോ. ഒരു 3:45 സ്കൂൾ വിടുക. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. നമ്മൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴേക്കും സ്കൂൾ വിടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അസുകുട്ടിയുടെ സ്കൂൾ കേട്ടോ. ആർക്കുണ്ട് 3.5 വയസ്സായ കുട്ടികൾക്ക് മാത്രമേ ഇവിടെ അൽഫിത്തറിൽ അഡ്മിഷൻ ഉള്ളൂ കേട്ടോ. 3.5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെടുക്കില്ല. അപ്പോൾ റയാനും ഇതുപോലെ ഞാൻ ചേർത്താൻ വന്നിട്ട് അവനിക്ക് 3.5 ആയപ്പോൾ അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അസ്വകുട്ടീനെ അതാണ് നേരത്തെ കൊണ്ടുവന്നത് കേട്ടോ. നടക്ക്. അങ്ങനെ ഇതാ ഞങ്ങൾ ഓഫീസ് റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് ബാക്കി ചിലരൊക്കെ വന്നിട്ടുണ്ട്. അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങളിത് അഡ്മിഷനൊക്കെ കഴിഞ്ഞു. സ്കൂൾ വിട്ടു. 3:45 സ്കൂളിൽ വിടുക. അസുകുട്ടിക്ക് 1 മണിക്ക് ക്ലാസ് വിടും. 1:30 ആകുമ്പോഴേക്കും വീട് എത്തുന്നതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് 1 മണിക്കൊക്കെയാണ് ക്ലാസ് വിടുക. അപ്പോൾ അത് ടീച്ചർ ഞങ്ങൾക്ക് അവളുടെ ക്ലാസ്സൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതാണ് അസുകുട്ടിയുടെ ക്ലാസ് റൂം കേട്ടോ. അപ്പോൾ ഒരു ക്ലാസ്സിൽ 24 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഒരു ബെഞ്ചിൽ 2 കുട്ടികളായിട്ടാണ് അവരിരുത്തുക.
നമ്മുടെ അസക്കുട്ടിക്ക് നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് സ്കൂളൊക്കെ നന്നായിട്ട് ഇഷ്ടമായി.